മങ്കര ഗ്രാമപഞ്ചായത്തിൽ താൽക്കാലിക ഡ്രൈവറെ മുന്നറിയിപ്പില്ലാതെ പിരിച്ചുവിട്ട നടപടി വിവാദമാകുന്നു. പഞ്ചായത്ത് സെക്രട്ടറിയുടെ നടപടിക്കെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തി. ചട്ടങ്ങൾ ലംഘിച്ചാണ് പിരിച്ചുവിട്ടതെന്ന് ആരോപിച്ച് ഡ്രൈവർ സെക്രട്ടറിക്ക് പരാതി നൽകി. മങ്കര ഗ്രാമപഞ്ചായത്തിൽ 2021 മുതൽ താൽക്കാലിക ഡ്രൈവറായി ജോലി ചെയ്തു വരുന്ന MT ഗിരീഷിനെയാണ് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് സെക്രട്ടറി ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത്. യാതൊരുവിധ മുൻകൂർ നോട്ടീസും നൽകാതെ ഫോണിലൂടെയാണ് ജോലിക്ക് വരേണ്ടതില്ലെന്ന് സെക്രട്ടറി അറിയിച്ചതെന്ന് ഗിരീഷ് പറയുന്നു. മങ്കര പഞ്ചായത്തിലെ ഡ്രൈവറായിട്ട് 16/10/2021 മുതൽ ജോലി ചെയ്തു വരുന്നു. ഈ കാലയളവ് 2026 1-ാം തീയതി അടക്കം വർക്ക് ചെയ്തതാണ്. 2-ാം തീയതി പഞ്ചായത്ത് ലീവായതുകൊണ്ട് വൈകുന്നേരം 7 മണിക്ക് സെക്രട്ടറി വിളിച്ചിട്ട് അവിടെ CPM ഭരണം വന്നതുകൊണ്ട് ചാവി കൊടുത്തിട്ട് പോകാൻ പറഞ്ഞു. പഞ്ചായത്ത് ചാവി ഏൽപ്പിക്കാൻ വേണ്ടി ഫോണിലൂടെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ രേഖാമൂലം കത്ത് തരണമെന്ന് ചോദിച്ചപ്പോൾ എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ചാവി കൊടുത്തിട്ട് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കതിൽ ഭയങ്കര പ്രതിഷേധാർഹതമാണ്. ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചതിൽ എനിക്ക് ഭയങ്കര ദുഃഖമുണ്ട്. ഒരാളെ അപ്പോയിൻമെൻറ്റ് ചെയ്യുമ്പോഴോ പിരിച്ചുവിടുമ്പോഴോ അതിൻ്റേതായ രേഖാമൂലം ലെറ്റർ കൊടുക്കണ്ടേ. ഒരു 15 ദിവസം ടൈമൊക്കെയാണ് ചോദിക്കുന്നത്. അതില്ലെങ്കിലും രേഖാമൂലം ഞാൻ എന്തായാലും ഇറങ്ങാൻ നിൽക്കുക, കുഴപ്പമില്ല. പക്ഷെ അത് രേഖാമൂലം ഒരു ലെറ്ററാക്കി എഴുതി തരണ്ടേ. ഇത് ടാക്സി ഡ്രൈവർമാരെമാരി ചാവി അവിടെ വെച്ചിട്ട് പോയിക്കുക എന്നുള്ള നിലപാട് സ്വീകരിച്ചത് ശരിയായില്ല. മുൻ ഭരണസമിതി നിയമിച്ച ജീവനക്കാരനായതിനാൽ പുതിയ ഭരണസമിതിയുടെ തീരുമാനം വരുന്നതുവരെ ജോലിയിൽ തുടരാമെന്നിരിക്കെയാണ് സെക്രട്ടറിയുടെ ഈ ഏകപക്ഷീയമായ നടപടി. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ 2023 ഉത്തരവ് പ്രകാരം താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടുന്നതിന് 15 ദിവസം മുൻപ് രേഖാമൂലം നോട്ടീസ് നൽകണം. എന്നാൽ ഈ ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് സെക്രട്ടറിയുടെ നീക്കമെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. 2021 അന്നത്തെ ഭരണസമിതി അജണ്ട കൂടി, അതായത് ബോർഡ് മീറ്റിംഗ് കൂടിയിട്ടാണ് അന്നൊരു ഡ്രൈവറെ നിയമിച്ചത്. ആ ഡ്രൈവർ നാളിതുവരെയും പഞ്ചായത്തിൽ ഡ്രൈവറായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മാറി വന്ന ഭരണസമിതി ആ ഡ്രൈവറെ മാറ്റാൻ നിർദ്ദേശം കൊടുത്തിരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്താ കാര്യം എന്നറിയില്ല. രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാട്ടിക്കൊണ്ട് സെക്രട്ടറി ഒഴിവ് ദിനത്തിൽ, അതായത് ഇന്നലെ പബ്ലിക് ഹോളിഡേ ആയിരുന്ന പഞ്ചായത്തിൽ, വൈകുന്നേരം 7 മണിക്ക് ഡ്രൈവറെ ഫോണിൽ വിളിച്ച് പറയുകയാണ് നാളെ രാവിലെ ചാവി അവിടെ ഏൽപ്പിച്ചിട്ട് ജോലിയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ. അപ്പൊ എന്താണ് ഈ നാട്ടിൽ നിയമങ്ങളും വ്യവസ്ഥകളും ജനാധിപത്യം ഒന്നും ഇല്ലേ? അല്ലെങ്കിൽ സെക്രട്ടറിയുടെ കുടുംബസ്വത്താണോ ഇത്? സെക്രട്ടറിക്ക് തോന്നുമ്പോൾ അങ്ങോട്ട് പറയാൻ. അപ്പൊ ഇതിന്റെ ചട്ടവട്ടങ്ങളെല്ലാം നിയമനങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട്, അതായത് ഒരു ബോർഡ് മീറ്റിംഗ് കൂട്ടി അജണ്ട അവിടെ ഇടുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്, താൽക്കാലിക ജീവനക്കാരെ പുറത്താക്കാൻ. അതിന് പോലും വെയിറ്റ് ചെയ്യാൻ 6-ാം തീയതി വരെ നിൽക്കാൻ പറ്റാതെ സെക്രട്ടറി വ്യക്തിപരമായിട്ട് ഇന്നലെ വിളിച്ച് ഡ്രൈവറെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തോട് ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകാൻ പറഞ്ഞത്. എന്തായാലും ഇവിടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ 30/3/2023 ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്, സർക്കാർ ഉത്തരവ്. അതായത് ഒരു താൽക്കാലിക ജീവനക്കാരനെ പിരിച്ചുവിടണമെങ്കിൽ 15 ദിവസം മുമ്പ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകണം എന്നാണ് അതിന്റെ ചട്ടം. ആ ചട്ടങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് സെക്രട്ടറി ഇവിടെ താന്തോന്നിത്തരം കാണിക്കുന്നത്. എന്തായാലും ഇതിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്, വിവരാവകാശം കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇതിനെതിരെ പഞ്ചായത്തിന് മുന്നിൽ കോൺഗ്രസിന്റെ ശക്തമായ പ്രതിഷേധം ഉണ്ടാവും. സംഭവത്തിൽ മങ്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. വരും ദിവസങ്ങളിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് പാർട്ടി തീരുമാനം. തൊഴിൽ നിഷേധത്തിനെതിരെ ഗിരീഷ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്. രാഷ്ട്രീയ പ്രേരിതമായ നീക്കമാണോ ഇതിന് പിന്നിലെന്ന സംശയവും ഉയരുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ മങ്കര പഞ്ചായത്തിൽ ഈ വിഷയം രാഷ്ട്രീയ പോരിന് വഴി തുറക്കുമെന്ന് ഉറപ്പായി.